നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പെരുന്തച്ചൻ. പേപ്പർ 2-ലെ പെരുന്തച്ചൻ എന്ന കവിതയാണ്. ജി ശങ്കരക്കുറുപ്പാണ് ഈ കൃതിയുടെ സൃഷ്ടാവ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാത്സല്യവും അഹംബോധവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് പെരുന്തച്ചൻ എന്ന കവിതയിലെ അടിസ്ഥാന പ്രമേയം. പ്രതിപാദ്യമാവട്ടെ മനുഷ്യ മനസ്സിലെ വൈകാരിക സംഘർഷവും. ചർച്ച ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടിക്കുന്നുണ്ടെന്നാലുമെൻ നെഞ്ചിലാരോ കൊട്ടു വടി കൊണ്ടിപ്പോളേതോ കൂരാണി ഇളക്കുവാൻ. പെരുന്തച്ചന്റെ മനോവ്യാപാരങ്ങളുടെ സംഗ്രഹം ഈ വരികളിലൂടെ കവി ആവിഷ്കരിക്കുന്നത് എങ്ങനെ? പുത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പുത് എന്ന് നരകത്തിൽ നിന്നും ത്രാണം ചെയ്യേണ്ടുന്നവനെ അനിയന്ത്രിതമായ അഹംബോധത്താൽ സംഹരിച്ചു പോയ ഒരു പിതാവിന്റെ മനോവൃത്തികൾ അപഗ്രഥിക്കുന്ന രചനയാണ് പെരുന്തച്ചൻ. വിമർശിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ. എങ്കിൽ ഞാൻ മുഴക്കോല് മുളിയും പണിക്കൂറിൽ പങ്കിടാറുള്ളാഹ്ലാദമിപ്പോഴും നുണഞ്ഞേനെ. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മനസ്സിന്റെ നിഗൂഢ വ്യാപാരങ്ങളും സംഘർഷാത്മകതയും വ്യക്തിയുടെ അഹംബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന ആത്മീയ വ്യതയും പെരുന്തച്ചനിൽ എങ്ങനെ വിളക്കി ചേർത്തിരിക്കുന്നു? സിക്സ്ത് ക്വസ്റ്റ്യൻ. 1000 മണിയുടെ നാവ് പൊത്തിയിട മൊറ്റവായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ? സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ബോധ മനസ്സും അബോധ ചേതനയും തമ്മിലുള്ള വടം വലിയാണ് പെരുന്തച്ചനിൽ അത്യന്തം സൂക്ഷ്മമായ ശില്പഘടനയായി മാറുന്നത് എന്ന നിരീക്ഷണം അപഗ്രഥിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. പരമ്പരകളായി തുടർന്നു പോരുന്ന തലമുറകൾ തമ്മിലുള്ള ദാർശനികമായ അകലത്തിന്റെയും കലഹത്തിന്റെയും സർഗാത്മകമായ സംഘർഷമാണ് പെരുന്തച്ചനിലെ പ്രമേയം. വിലയിരുത്തുക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. പോരുവാൻ തോന്നി പക്ഷേ പോന്നില്ല കാലത്തോള മാരു മോതാറില്ലെന്നോടന്യോന്യനോടാലോചിക്കാൻ. പോരുവാൻ തോന്നി പക്ഷേ പോന്നില്ല കാലത്തോളമാരു മോതാറില്ലെന്നോടാലോചിക്കാൻ. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. പത്താമത്തെ ക്വസ്റ്റ്യൻ. ഒരു പിതാവിന്റെ കുറ്റബോധം മാത്രമാണോ പെരുന്തച്ചനിൽ ജി ശങ്കരക്കുറുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത്? പരിശോധിക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ. പൊടിയോ മറ്റോ വീണോ കണ്ണിലിന്നെന്താ വെള്ളം പൊടിയാൻ? ചൂൽ കാണിച്ചിട്ടേറെ നാളായി മച്ചിൽ. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇടമില്ലാകാശത്ത് 2 തിങ്കളിൽ നിന്നും കുടിവിട്ടവൻ പോയി നാനി കണ്ണീരായി നിൽക്കെ ഉമിനീറും പോൽ മീറിയൻ മനം എന്നാലും ഞാനൊരു യാടിയിലൊറ്റരക്ഷരം പിരിയുമ്പോൾ. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ. വെട്ടിപ്പിടിക്കാനും കീഴടക്കാനുമുള്ള ത്വര അച്ഛനും മകനും ഒരുപോലെയാണ്. രണ്ടാൾക്കും ജയിക്കാനുമാവില്ല. ഈ അനിവാര്യതയുടെ മനഃശാസ്ത്രപരമായ ആവിഷ്കാരം പെരുന്തച്ചനിൽ എങ്ങനെ സാധിച്ചിരിക്കുന്നു? 14ാമത്തെ ക്വസ്റ്റ്യൻ. ചന്ദനത്തയ്യാണെങ്കിലുരഞ്ഞാൽ മണം പൊങ്ങും നിന്ദയാലല്ലൻ കുഞ്ഞും തന്നിടുക്കുടൻ കാട്ടി. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. ജീവിതത്തിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളുടെ സാന്ദ്രതയാണ് പെരുന്തച്ചന്റെ ആഖ്യാന മികവിനു നിദാനം. ഈ പ്രസ്താവനത്തിന്റെ സാധുത പരിശോധിക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ. 1000 മണിയുടെ നാവടക്കിട മൊറ്റവായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ? സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ. പെരുന്തച്ചൻ ഒരു മിത്തിന്റെ ആവിഷ്കാരമാണ്. ചർച്ച ചെയ്യുക. 18ാമത്തെ ക്വസ്റ്റ്യൻ. പെരുന്തച്ചൻ എന്ന കവിതയെ ആധാരമാക്കി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതുക. എ. പെരുന്തച്ചൻ എന്ന മിത്ത് കവിതയാക്കിയപ്പോൾ ജി ശങ്കരക്കുറുപ്പ് വരുത്തിയ മാറ്റങ്ങൾ വിവരിക്കുക. ബി. നാടകീയ സ്വഗതാഖ്യാനം ഡ്രാമാറ്റിക് മോണോലോഗ്
എന്ന സങ്കേതം ഉപയോഗിച്ചത് കൊണ്ട് ആഖ്യാനപരമായ എന്ത് പ്രയോജനമാണ് പെരുന്തച്ചൻ കവിതയ്ക്കുണ്ടായത്? സി. കലാകാരന്റെ അഹന്തയും പിതാവിന്റെ പശ്ചാത്താപവും തമ്മിലുള്ള സംഘർഷത്തിന്റെ ആവിഷ്കാരമാണ് പെരുന്തച്ചൻ സമർത്ഥിക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയ്ക്കും ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ചനും ഏതെങ്കിലും സമാന തലമുണ്ടോ? നിരൂപിക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ. കലാകാരന്റെ ഈഗോയും പിതാവിന്റെ കുറ്റബോധവും തമ്മിലുള്ള സംഘർഷമാണ് പെരുന്തച്ചൻ എന്ന കവിതയുടെ ഭാവതലം. ഈ നിരീക്ഷണം വിശകലനം ചെയ്യുക. 21ാമത്തെ ക്വസ്റ്റ്യൻ. മാനമച്ചനുമില്ലേ മരമോ മരാശാരി. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ. പ്രസിദ്ധമായ ഐതിഹ്യത്തെ കാവ്യമാക്കുമ്പോൾ ജി വരുത്തിയ ശ്രദ്ധേയമായ വീക്ഷണ വ്യതിയാനങ്ങളും ആവിഷ്കരിക്കാൻ ആശ്രയിച്ച തന്ത്രങ്ങളും എന്തെല്ലാം? ഓക്കെ, ഇനി നമുക്ക് കവിതയിലേക്ക് ചെന്നിറങ്ങാം. നമുക്ക് കവിത പരിചയപ്പെടാം. പെരുന്തച്ചൻ, ജി ശങ്കരക്കുറുപ്പ്. ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ടെനിക്കിന്നെൻ പൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടു കിടക്കുന്നു. വാദമെന്നിലുമ്പിലെ മജ്ജയൊക്കെയും കാർന്നു പ്രേതമായി തീർന്നു ഞാൻ എന്നാകിലും ശ്വസിക്കുന്നു. ഉളി വയ്ക്കുമ്പോൾ കട്ടപ്പൊന്നുപോൽ മിന്നും പ്ലാവും കളിവഞ്ചി വെട്ടിയിടാൻ കാതലാർന്ന തേന്മാവും നിറയെ പൂത്തും കായ്ച്ചും നിൽക്കുമീ മീനക്കാല തിറയത്തു ചെന്നൊന്നു നോക്കുവാൻ കഴിഞ്ഞെങ്കിൽ എൻ പറമ്പിലില്ലൊറ്റ കുറ്റിവാഴയും മെനിക്കിമ്പമാണെവിടെയാണെങ്കിലും മരം കണ്ടാൽ. എൻ പറമ്പിലില്ലൊറ്റ കുറ്റിവാഴയും മെനിക്കിമ്പമാണെവിടെയാണെങ്കിലും മരം കണ്ടാൽ. 9 ആൾ പിടിച്ചാലും പിടികൂടാതുണ്ടൊറ്റ തമ്പകമൂളിയന്നൂരമ്പല മൈതാനത്തിൽ. വളവും പോടും കേടുമില്ല ഞാനൻ കൺകൊണ്ടോ നളന്നിട്ടൊരെൺപതു കോലിനപ്പുറം പോവും. മുറിച്ചാലുമതി നാട്ടിലെ പുരയ്ക്കെല്ലാം മുളമോന്തായം മാറ്റാമുത്തരത്തിനും കിട്ടും. അല്ലെങ്കിലൂരാൺമക്കാർ മോഹിക്കും പോലെ ചെത്തിയില്ല മാളികകൾക്കു ചീലാന്തിക്കാതൊപ്പിക്കാം. പൂതലിച്ചു പോയെന്റെ ഇത്തടി കൊതിച്ചാല കാതലിലുളി നടത്തിയിടുവാനാവില്ലല്ലോ. കരിവെറ്റിലത്തുണ്ടും കൊട്ടടയ്ക്കയും 100 തരിയും പുകയില ഞെട്ടിയും തപ്പിത്തപ്പി വെടിവെക്കിലും കൂടി കേൾക്കില്ല കൂനിക്കൂടി പടിമേലിരിക്കുന്നു ഞാനിയും വയർചുങ്ങി. അവളും കിളവിയായി പൂത്ത ചമ്പകത്തെപ്പോൽ നിവർന്നും കടഞ്ഞെടുത്തതു പോലുടമ്പാർന്നും ചിരിച്ചു 3 കൂട്ടി പുത്ത വെള്ളില പോലെ നരികത്തവൾ നിന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു. പുരികം നരച്ചൊരാ കണ്ണുകൾ ചിതൽ തിന്ന പുറവാതിലിൽ കൂടി അയലത്തു കുറെ നേരം. പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിറങ്ങാം കിഴവനെ താങ്ങുമായിരുന്നൊക്കൈ വിതുമ്പി പെരുന്തച്ചൻ. വീണ്ടുമാ സ്മരണയെ മായ്ക്കാനോ ചുളി വേറെ വീണ നെറ്റിമേൽ മെല്ലെ തടവി ചുങ്ങും കയ്യാൽ. പണി ചെയ്യുവാൻ മേലാതാകിലും തൊങ്കിത്തേങ്ങി പണിയാലയിൽ പുക്കുന്നൊരിക്കാൻ കഴിഞ്ഞെങ്കിൽ എങ്കിൽ ഞാൻ മുഴക്കോലുമുളിയും പണിക്കുറിൽ പങ്കിടാറുള്ള ആഹ്ലാദമിന്നും നുണഞ്ഞേനെ. എങ്കിൽ ഞാൻ മുഴക്കോലുമുളിയും പണിക്കുറിൽ പങ്കിടാറുള്ള ആഹ്ലാദമിന്നും നുണഞ്ഞേനെ. കരിവീട്ടിതൻ കാതൽ കടഞ്ഞു കുഴിച്ചവ വൻമരിക കമിഴ്ത്തിയ പോലെഴും വിണ്ണിൻ താഴെ. അകലെ കാണും ചെമ്പുതാഴികക്കുടം ചൂടും മികവാർന്ന തൃക്കോവിൽ തീർത്ത തീ കൈ കൊണ്ടത്രേ. ഉളി ഞാൻ പിടിപ്പിച്ച കൈകളാലൻ കുഞ്ഞ പൊന്നൊളി ചിന്നീടും ക്ഷേത്രധ്വജത്തെ
ക്ഷേത്ര ധ്വജത്തിൻ തുങ്കാഗ്രത്തിൽ പറന്നിങ്ങിരിക്കുമ്പോൾ ചെത്തിയ ഗരുഡന്റെ ചിറകു ചെലിപ്പതുണ്ടിപ്പോഴും എന്നെ തോന്നു. ഞാനതീല സൂയാലു വായിപ്പോലേതച്ഛനു മാനമല്ല മട്ടൊക്കെ മകനെ പുകഴ്ത്തുമ്പോൾ. 1000 മണിയുടെ നാക്കടക്കിടാമൊറ്റ വായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ? 2 ഗോപുരത്തിന്റെ തട്ടിലും വെച്ചു തേക്കുകൊണ്ടു അഷ്ടദിക്പാലരൂപം ഞങ്ങൾ. ഒന്നെന്റെ ഇക്കൈ തീർത്തതൊന്നവന്റേതും ജീവൻ വന്നിട്ടുണ്ടവന്റേതിലെന്റേതിനേക്കാളെത്ര. എൻകരം തോറ്റാൽ എന്താണെൻ മകൻ ജയിക്കുമ്പോൾ എൻ കണ്ണിലുണ്ണിക്കേലും പുകഴെൻ പുകഴല്ലേ. കൊച്ചനെ സ്തുതിക്കുമ്പോൾ എൻ മുഖം മങ്ങിപ്പോലും തച്ചനായാലും ഞാനൊരച്ഛനായല്ലാതായിപ്പോമോ? കണക്കും കോപ്പും മൂത്താശാരിക്കു കൂടും ശില്പഗുണമാ ചെക്കനേറും നാട്ടുകാർക്കെന്താണാവോ? ആലയിലടത്തുടു തിരുന്നു ഞാനും മോനും വേല ചെയ്യുമ്പോൾ തമ്മിൽ മിണ്ടാതായി പിന്നെ പിന്നെ. ഞാനതവനമൃത്യു നേരിടാ നാരെന്തൊക്കെ താനധിക്ഷേപിച്ചാലും അച്ഛനാണിച്ഛിക്കുമോ? ആ മകൻ ഗ്രഹിച്ചതുമഭ്യസിച്ചതുമെത്ര കേമനായാലും തന്റെ അച്ഛനിൽ നിന്നാണല്ലോ. ഞായൊറു മറഞ്ഞേക്കാം തിങ്കളാലല്ലേ മൂത്ത നായർ ഞാൻ വീട്ടിൽ ചെൽകയെന്തിനിങ്ങനെ ചൊല്ലി. കേവലം നേരം പോക്കിനന്നു ഞാനൊരു യന്ത്രപാവയെ പാലത്തിന്റെ ചുവടെ ഘടിപ്പിച്ചു. കാലുവയ്ക്കുമ്പോൾ പാലത്തിന്റെയറ്റത്താരാനും ചേലുലാവുമാപാവജലദേവത പോലെ. നീർനിരപ്പിൽ നിന്നാരാലുയരും പൊങ്ങിപ്പൊങ്ങി നീടുറ്റ പാലത്തിന്റെ മധ്യത്തിലാളെത്തുമ്പോൾ വാ തുറന്നൊരു തുപ്പുമാ വഴിക്കാരനേതുമേ കരുതിടാതരികെ കുടിപ്പോകെ. ഈ വിചിത്രമാം വിദ്യ കാണുവാനത്യാശ്ചര്യം താവിന മിഴികൾ തൻ തിരക്കായാറ്റിൻവക്കിൽ. ചന്ദനത്തൈയാണെങ്കിലുരഞ്ഞാൽ മണം പൊങ്ങും നിന്ദയാലെൻ കുഞ്ഞും തന്മിടുക്കുടൻ കാട്ടി. 4 നാൾ ചെല്ലും മുമ്പ് പൊങ്ങി മറ്റൊരു പാവ നാട്ടുകാരുടെ നാവിലവന്റെ പേരോടൊപ്പം. തുപ്പുവാൻ ഭാവിച്ചും കൊണ്ടെൻ പാവ പൊങ്ങുമ്പോഴേക്കപ്പുറത്തവന്റേതിൻ കൈ നീളും പതുക്കനെ. വാ തുറക്കുമ്പോഴേക്കും ചെകിടത്തടി വീഴും വാശിയാലടി എനിക്കേറ്റതുപോലെ തോന്നി. ഇടമില്ലാകാശത്തു 2 തിങ്കളിനെന്നും കുടിവിട്ടവൻ പോയി നാനി കണ്ണീരായി നിൽക്കെ. ഉമിനീറും പോൽ നീറിയൻ മനം എന്നാലും ഞാനൊരിയാടിയില്ലൊറ്റയക്ഷരം പിരിയുമ്പോൾ. കോവിലിലാനപ്പന്തൽ പുത്തനായി പണിയുമ്പോൾ ഞാൻ വിളിച്ചതെന്തിനാ കേമനാം മകനെപ്പോയി. മകനോടാലോചിച്ചു ഭംഗിയാക്കണം പന്തൽ മതിലിനകം പൂകെ തമ്പുരാൻ അരുൾ ചെയ്തു. പോരുവാൻ തോന്നി പക്ഷേ പോന്നീലക്കാലത്തോളമാരുമോതാറില്ലെന്നോടന്യനോടാലോചിക്കാൻ. ഞാനതിലസൂയയാലാവുവായി പോൽ മകനുള്ള മാനമച്ഛനുമില്ലേ മരമോ മരാശാരി. പന്തലൂരാൺമക്കാർ തൻ കൗതുകത്തോടെ പൊങ്ങി ചന്തമായി മുഖപ്പിനു കൊത്തുവേലകൾ വേണം. ഞാനതു നോക്കാ മച്ചൻ മോന്തായം കേറ്റിക്കോളൂ മോനനുവദിക്കണോ മോന്തായം മൂളിൽ കേറ്റാൻ. ചന്ദന പലകമേൽ കൊത്തുകയാണാ കൈകൾ
സുന്ദരം മഹാലക്ഷ്മി ദേവി തൻ കേളി പത്മം വാളിന്റെ വായ്പോൽ മിന്നും വീതുളിയാലെ നേരെ മൂളിലാമൂന്തായത്തിന്നാണി ചീവുകയാം ഞാൻ ഊർന്നു കൈയറിയാതെ യറിയാതെയാ നുളി നേർന്നു ഞാൻ മകന്റെ മേലതു പോയി വീഴല്ലേ കണ്ണിമച്ചു ഞാൻ മിഴിക്കുമ്പോഴേക്കയ്യോ കണ്ടു മണ്ണില കഴുത്ത ടൊരൻ മകൻ പിടയുന്നു ആളുകൾ ചുറ്റു വന്നുകൂടുന്നു തൂഷിത്തുമ്പു നീളും പോലോരോ കണ്ണുമെൻമുഖത്തേറ്റിടുന്നു കോണിതൻ പടിയാലൻ കാലുറയ്ക്കുമോ താഴെ വീണു ഞാൻ മകൻ മാപ്പെന്നോതിപ്പോൾ കേട്ടില്ല ഞാൻ ഉദിരം തളം കെട്ടി വേറിറ്റ കണ്ടത്തിങ്കൾ പതിയും ചുരുൾമുടി കട്ടച്ചു രക്തം മുറ്റി വേദന വിഴുങ്ങിയ കൺമിഴിഞ്ഞൊരാ രൂപം വേറിടുന്നിൽ ഉൾക്കണ്ണിൽ നിന്നെ നിക്കെന്തായാലും ചിരിച്ചു കണ്ടിട്ടില്ല ഞാനിയെ പിന്നീടാരു മെരികണ്ണീരും വാർന്നതോടൊപ്പം വറ്റി ആരു വിശ്വസിക്കും കൈപ്പിഴയല്ലാതെന്നത്ര പേരുരച്ചാലും തന്തയിതു ചെയ്യുമോ നാനി ആ മകനെനിക്കൊന്നുവടിയായിരുന്നേനെ ഭീമമാ മൃത്യു പിണക്കാതിരുന്നെങ്കിലെന്നു ഹാ തിരുത്തുന്നുണ്ടുണരുന്നൊരനന്ത കരണം കൂടെ ആര് വിശ്വസിക്കും കൈപ്പിഴയല്ലാതെന്നെത്ര പേരുരച്ചാലും തന്തയ്ക്കിതു ചെയ്യുവാനാമോ അടിക്കുന്നുണ്ടെന്നാലും നെഞ്ചിലാരോ കൊട്ടു വടി കൊണ്ടിപ്പോൾ ഏതോ കൂരാണി ഇളക്കുവാൻ പൊടിയോ മറ്റോ വീണോ കണ്ണി നിന്നെന്താ വെള്ളം പൊടിയാൻ ചൂൽ കാണിച്ചിട്ടേറെ നാളായി മച്ചിൽ മുറുക്കാൻ ചതകല്ലിൽ വെച്ചിടിക്കുമ്പോൾ ഞാനി മുറിച്ചു പെരുന്തച്ഛൻ തൻ്റെ ആ മനോരാജ്യം. Okay, thank you very much for listening me. Thank you very much. Okay, see you in next class. Bye.